നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വെറുതെ വരുന്നതല്ല, അവിടെ പ്രണവിന്റെ പിറന്നാളാ. അത് വലിയ ഫംഗ്ഷനായിട്ട് നടത്താനാണ് തീരുമാനം. അതിലേക്ക് ഇവിടെ നിന്ന് എല്ലാവരെയും ക്ഷണിക്കാനാ വരുന്നത്. ചേച്ചി, എല്ലാവരും ഒന്നും ക്ഷണിക്കണ്ട. അമ്മാവനോട് പറയാം, ഒരു കാരണവശാലും അമ്മായിയും ശിവാനിയും ഫംഗ്ഷനിലേക്ക് വിളിക്കരുത്. അതെങ്ങനെയാ മോനെ? അമ്മാവനെ വിളിക്കുമ്പോ അവരെ വിളിക്കാതിരിക്കാൻ പറ്റുമോ? എത്ര കിട്ടിയാലും ഇനിയും അമ്മ പഠിക്കില്ലല്ലേ. അമ്മയ്ക്കൊന്നും അവരുടെ അടിമയായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. എടാ, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. അമ്മായിയും ശിവാനിയും വിളിക്കണ്ടെന്ന് നമുക്ക് ഗൗതമിനോട് പറയാൻ പറ്റുമോ? ചേച്ചി പറഞ്ഞു വിളിപ്പിക്കാതിരുന്നാ മതി. അതെന്തായാലും ഞാൻ ചെയ്യില്ല. ഗൗതം ക്ഷണിക്കണോന്ന് പറഞ്ഞാ വേണ്ടാന്ന് ഞാൻ പറയില്ല, അത്രേ ഉള്ളൂ. നീ വന്നേ, ഗൗതം വരുന്നല്ലേ, എന്തെങ്കിലും കഴിക്കാൻ റെഡിയാക്കി വെക്കാം. വാ. എടാ, നീ കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, പോവാൻ നോക്ക്. വെറുതെ ഒരു ദിവസം കളയണ്ട. അവരെ ഇനിയും കാണുന്നില്ലല്ലോ ഗോപിയേട്ടാ. വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നും അത് കഴിഞ്ഞ് 1-2 ഷോപ്സിലും കൂടി കയറിയിട്ട് വരുള്ളൂ എന്ന് നിധി വിളിച്ചു പറഞ്ഞു. നീ തന്നെയല്ലേ പറഞ്ഞത്? എന്നാലും എനിക്കൊരു ടെൻഷൻ. പ്രണവേ, എടാ നീ ഒന്ന് വിളിച്ചു നോക്കടാ. എന്റെ അമ്മ, ചേട്ടനും ചേച്ചി ഒരുമിച്ചല്ലേ ഉള്ളത്? പിന്നെ എന്തിനാ ടെൻഷൻ ആവുന്നേ? എടാ, എനിക്ക് ടെൻഷൻ അവരുടെ കാര്യത്തിലൊന്നും അല്ല. ദേ, ഇവിടെ ഒരാൾ മുറിയും പൂട്ടി ഇരിപ്പില്ലേ. ഗൗതം ഇങ്ങോട്ടൊന്നും വന്നിട്ട് വേണം വസുവിനെ ഒന്ന് തണുപ്പിച്ചെടുക്കാൻ. അതുകൊണ്ടാ. ആന്റിയുടെ ഇപ്പോഴത്തെ ചൂട് അത്ര പെട്ടെന്ന് തണുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.